ഏറ്റവും പ്രധാനമായിട്ട് ഈ യാത്രയ്ക്ക് ആധാരമായത് ഈ വോട്ടർ പട്ടികയിലുണ്ടായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അത്യസാധാരണമായ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു നടപടിയാണ്. അപ്പോൾ ഈ യാത്രയിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ ശ്രമിച്ചിരുന്ന ഭരണഘടനാദത്തമായ ജനാധിപത്യത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു അവകാശം ഒരു വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ, അത് കൊള്ളയടിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം ജനങ്ങളിൽ എത്തിക്കാനായിരിക്കും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ശ്രമിച്ചിട്ടുണ്ടാവുക. അതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ റെസ്പോൺസ് ഉണ്ടാകുന്നത് നമ്മൾ ദൃശ്യങ്ങളിലും ചിത്രങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ മറുപടി സത്യവാങ്മൂലമൊക്കെ കൊടുക്കുമ്പോൾ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന് ശേഷമുള്ള പരാതികൾ എന്ന് പറയുന്നത് തുലോം തുച്ഛമാണ്. വളരെ കുറച്ച് പരാതികൾ മാത്രമേ ഞങ്ങളുടെ പേര് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കമ്മീഷന് മുമ്പാകെ വന്നിട്ടുള്ളൂ. അങ്ങനെ സമർപ്പിക്കപ്പെട്ടതിൽ തന്നെ ഏതാണ്ട് 33,000 ചില്ലറ അപേക്ഷകൾ ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ സ്വമേധയാ സമർപ്പിച്ചതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലിൻ്റെ തുടർന്ന് സമർപ്പിക്കപ്പെട്ട പരാതികളുടെ എണ്ണം വളരെ ചുരുക്കം മാത്രമാണ് എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഗതികളും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം കണക്കുകളിലില്ല എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെ പറയുന്നുണ്ട്. ഈ ഇന്റൻസീവ് റിവിഷന് ശേഷം ഏതാണ്ട് 65 ലക്ഷം പേരുടെ പേരുകൾ വെട്ടിമാറ്റി എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് വേണം കംപ്ലയിൻസ് കൊടുക്കാൻ. ഇൻഡിവിജ്വലായിട്ട് ഇതുവരെ വന്ന കംപ്ലയിൻസ് 200 താഴെയെന്നോ മറ്റോ ഞാൻ അങ്ങോട്ട് വായിച്ചു. 200 താഴെ ആൾക്കാരെ ഇൻഡിവിജ്വലായിട്ട് കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നു. അതേസമയം കോൺഗ്രസും അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് 89 ലക്ഷം കംപ്ലയിന്റുകളാണ് അവര് സമർപ്പിച്ചതെന്ന് പറയുന്നു. ബ്ലോക്ക് ലെവൽ അല്ലെങ്കിൽ ബൂത്ത് ലെവലിൽ അവർ പാർട്ടി കളക്ട് ചെയ്ത എല്ലാം കൂടി 89 ലക്ഷം 8.9 മില്യൺ കംപ്ലയിൻസ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന കംപ്ലയിൻസ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇൻഡിവിജ്വൽ മാത്രം സത്യവാങ്മൂലത്തോടൊപ്പം ഇൻഡിവിജ്വൽസ് കണ്ടാൽ അത് മാത്രം ഞങ്ങൾ പറയുന്നു. അങ്ങനെ വന്നത് 200 താഴെയാണ് എന്ന് പറയും. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ റിവിഷനെ അവരുടെ നടപടിയുമായിട്ട് അവർ മുന്നോട്ട് പോകും. കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന രീതിയിലാണ് കാണേണ്ടത്. ഉദാഹരണത്തിന് താങ്കൾ പറയായി സുപ്രീം കോടതി ചില ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തി. പക്ഷെ ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തിയെങ്കിലും ഈ 65 ലക്ഷം പേരെ വെട്ടിമാറ്റിയത് എന്ത് അടിസ്ഥാനത്തിലാണ്? അവർക്ക് ആധാർ കാർഡ് കൊണ്ട് സമ്മതിച്ചില്ല, അവരുടെ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ട് സമ്മതിച്ചില്ല എന്നതിനെയല്ല അവരുടെ റേഷൻ കാർഡ് കാണിച്ചിട്ടും അവരെ അനുവദിച്ചില്ല. ആ സാഹചര്യത്തിലാണ് 65 ലക്ഷം പേരെ വെട്ടിമാറ്റിയത്. അപ്പോൾ അത് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളോ ഡയറക്ഷൻസോ ഒന്നും ഇലക്ഷൻ കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള സത്യം. ആ സ്ഥിതി നിലവിലിരിക്കുമ്പോൾ ഇനിയും എന്തെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ അഡാമന്റ് ആണ്. അവരുടെ റിവിഷനുമായിട്ട് അവർ മുന്നോട്ട് പോകും. നിങ്ങൾ എന്ത് വേണമെങ്കിലും നടത്തിക്കൊള്ളൂ എന്നുള്ള ഒരു സമീപനമാണ് അവർ കാണിക്കുന്നത്. അല്ല എങ്കിൽ ഒരു ഇലക്ഷൻ സംവിധാനത്തിൽ 89 ലക്ഷം പേരുടെ കംപ്ലയിൻസ് വന്നു എന്ന് പറയുമ്പോൾ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ കർമ്മമാണ്. ഈ ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് കുറ്റമറ്റതാണ് എന്ന രീതിയിൽ അപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല. ആ ചുമതലയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഇൻഡിവിജ്വലായിട്ട് കൊണ്ടുവരട്ടെ കംപ്ലയിൻസ്. അതായത് 65 ലക്ഷം പേരുടെ പേര് വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിൽ 65 ലക്ഷം അഫിഡവിറ്റ്, അവർ ഒരുപക്ഷെ 20 ലക്ഷം എങ്ങാണ്ട് അവർ മരിച്ചുപോയവരാണ്. ആ മരിച്ചുപോയവരാണെങ്കിൽ തന്നെയും 10-40 ലക്ഷം അല്ലാതെയുണ്ട്. അപ്പൊ ഈ 40 ലക്ഷം ഇൻഡിവിജ്വൽ കംപ്ലയിൻസ് വരുന്നതൊക്കെ എന്തോ ഒരു ബുദ്ധിശൂന്യതയാണ്, എന്തൊരു വിവരക്കേടാണ് എന്ന് നമുക്ക് മനസ്സിലാകത്തില്ലേ?